പട്ടിണി കിടന്ന് എഴുന്നേക്കാൻ ജീവനില്ല. എന്നാലും നാടകം നടന്ന് ഇരിയാന്റെ ഒരു കേരളീയ. അതാടി കലയുടെ ഒരു ശക്തി. ലക്ഷോപലക്ഷം ആളുകളെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരെ ഇന്ന് നാട്ടിന്റെ ഓരോ മൂലയിലും കണ്ണുനീരും പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടുന്നു. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലാതായിപ്പോയത് എന്റെ കർത്താവ്. വായനശാലയുടെ നാടകമാ പേരെ നീ ഒരു മനുഷ്യനാണോടാണ്. ഒന്നാമടി മോളെ, ഇത് നമ്മൾ നാട്ടുകാരോട് ചോദിക്കണ്ട. നന്ദിയില്ലാത്ത വർക്കം. ആരാ നടക്കാൻ? സുപ്രസിദ്ധ നടൻ കൊച്ചുതൊമ്മിയാശാന്റെ മകൻ TP ലോസ്. ഡബിൾ വേഷം. എന്റെ മകൻ പൗലോസോ? അപ്പന്റെ മകനല്ലേ അവൻ, പിന്നെ എങ്ങനെ കോണം പിടിക്കും? അവന്റെ നാടകം ഞാൻ ഇന്ന് നിർത്തിയേക്കാം. ഒരു ജോലി കണ്ടുപിടിച്ച് ഈ വീട് പട്ടിണി ഞാൻ നോക്കണമെന്ന് വിചാരമുണ്ടോ? നീ നോക്കിക്കോ പറ്റും നാടകം. പറയണം. എടി അഹങ്കാരി, എടി അഹങ്കാരി, നീയാണ് എന്നെയും നീയാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചത്. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നല്ലതുപോലെ പറയണം. ആദ്യം പോലെ പറയണം. ശരി. എന്റെ മക്കളെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും. ഇത് ഞാൻ ആരാ ചോദിക്കാൻ? നിങ്ങൾ പേടിക്കാതിരിക്കണ്ടി മക്കളെ. എടി അഹങ്കാരി, നീയാണ് എന്നെ എന്റെ മക്കളെ നശിപ്പിച്ച് നീയും നിന്റെ മക്കളും. എന്തായത്? ഇങ്ങനെ പേടിച്ചാണോ സംഭാഷണം പറയുന്നത്? ഡ്രസ് റിഹേഴ്സൽ നിങ്ങൾ പേടിച്ച പിന്നെ നാളെ നാടകത്തിന് എന്ത് ചെയ്യും? ഇത് ചാകാൻ പോകുന്ന സംഭാഷണം പറയുന്ന മതി. പറയണം. സംഭാഷണം എപ്പോഴും ശുദ്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഞാൻ പറയുന്നത് ഉറച്ചു പറഞ്ഞാട്ടെ. ഇനി അഹംഭാവി, നീയാണ് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. നിന്നെ ഞാൻ നല്ല ചുണയായിട്ട് കൊണ്ട് പറഞ്ഞിട്ട് കയ്യിൽ നിന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞേട്ടെ. പറയണം. അഹങ്കാരി, കണ്ണി ചുഴലാത്ത നിന്നെ ഞാൻ അവിടെ നിൽക്കാനാ പറഞ്ഞത്. വയസ്സുകാലത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യടാ. ഞാൻ അടിച്ചു. നീ പെണ്ണാണെന്ന് വിചാരിച്ചാൽ അടിക്കാതിരിക്കുന്നില്ല. അവിടെ നിൽക്കാനാ പറഞ്ഞത്. വയസ്സുകാലത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യടാ. ഞാൻ കെട്ടിത്തരാം. മോള് പോയി കുറച്ച് കയറെടുത്തോണ്ടോ. ചെല്ലേ. എന്റെ തലയിൽ കൂടെ റോഡെ ആള് പോലെ കണ്ണുകാണ കൊണ്ട് ഞാൻ എടി മോളെ, ഈ ചട്ട ഊരാൻ വയ്യടി, ഒന്ന് സഹായിച്ചേ. ആനന്ദാടാ പെണ്ണുങ്ങൾ വിളിക്കുന്നവർക്ക് നോക്കുന്നത് എനിക്ക് നാളമില്ലേ? പോടാ. എടാ പൗലോസേ, നിന്നോട് നിൽക്കാനാ ഞാൻ പറഞ്ഞത്. എടാ അവിടെ മോനെ ഇതാ പശുവിനെ കൊടുക്കും. ചേർത്ത് ഏതാ മനസ്സിലായില്ലല്ലോ. അമ്മച്ചി ഞാനാ പൗലൂസ്. എന്റെ ഈശോയെ, ഇതെന്താ മോനെ ഇത്? നാടകത്തിലെ വേഷം അമ്മച്ചി. അപ്പച്ചിനെ അടിക്കാൻ വരുന്നു. ഒന്ന് സമാധാനപ്പെടുത്തി, ഞാൻ നാടകത്തിൽ പോകത്തില്ല.
നിന്റെ അപ്പച്ചന്റെ ഈ സ്ഥിതി കണ്ടോണ്ടാണോ നീ നാടകത്തിൽ അതേ തിരിച്ചത്? അപ്പച്ച ഈ ഒരു നാടകം കൂടെ ഉള്ളൂ അപ്പച്ച. നിന്റെ ഒരു നാടകം ഞാൻ കൊന്നല്ലേ ഈ നാടകം. എന്നാലും എന്റെ മോനെ ഒരു പേപ്പട്ടിയെ തല്ലുന്ന മാതിരി തന്നെ എന്റെ മനസ്സ് തോന്നി. എടി ഒരു തിങ്കൾ ചായക്കോ നാടി അരിക്കോ നിന്റെ അപ്പച്ചന് കടം തരാൻ ഇന്ന് ആരുമില്ലടാ മക്കളെ. നിന്റെ അപ്പച്ചന്റെ സ്ഥിതി അതാണാ. നിനക്ക് നാടകം വേണ്ടടാ മക്കളെ, വേണ്ട. നീ എവിടുന്നെങ്കിലും ഉദ്യോഗം ഉണ്ടാക്കി ഈ കുടുംബം രക്ഷിക്കാൻ നോക്കടാ. നിന്നെ ഏഴെ പെങ്ങളെ കെട്ടിച്ചയച്ച അപ്പച്ചനൊരു സമാധാനമായടാ മക്കളോ. അപ്പച്ച സമാധാനമായിരിക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപേക്ഷ അയച്ചിട്ടുണ്ട്. അപ്പച്ച, ആ മോട്ടോർ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇന്റർവ്യൂവിന് കത്ത് വന്നിരിക്കുന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടെ ചെല്ലണമെന്ന്. എന്റെ പൊന്നു മോനെ, ദൈവം തമ്മിൽ കണ്ണു തുറന്നു കേട്ടോ. നീ ഉടനെ പോയി ഉദ്യോഗത്തിൽ ചേര്. വണ്ടിക്കൂലിക്ക് അപ്പച്ചൻ എവിടെയെങ്കിലും പോയി കടമെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ചേട്ടന്റെ യോഗം കൊള്ളാം. അപ്പന്റെ 2 അടി കിട്ടിയപ്പോഴേക്കും ജോലിക്കുള്ള ഓർഡറും വന്നു. അയ്യോ എന്റെ കർത്താവേ, സാരി പാല് കിട്ടാനുള്ളത് ആ ക്രാവ് കുടിച്ചല്ലോ. എടി വേണ്ട, നീ അപ്പുറത്തേക്ക് ആ ക്രാവിനെ പിടിച്ച് കെട്ടടി. കർത്താവേ, ആ പാലെങ്കിലും കൊടുത്താണ് ഞാൻ കപ്പ മേടിക്കുന്നത്. കാണാം എല്ലാരും തിന്നുന്നത്. മോളെ, നീ എന്തിനാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അന്തോണി ഇല്ലേ അവിടെ? അവനൊരു ഫൂൾ ഡാഡി. അവനോട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ അന്നാമ്മയുടെ ശൃംഗരിച്ചോട് നിൽക്കുന്നു. ഞാൻ അവനെ ഗെറ്റ് ഔട്ട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഈ കിടക്കുന്ന എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ നീ എന്നെയും ഗെറ്റ് ഔട്ട് പറയുമല്ലോ. ആ മോളെ, ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് വരട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കണം. ടാറ്റാ. ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കാൻ. പിന്നെ എന്താ മുതലാളി അകത്തുണ്ടോ? കാര്യം എന്താ? അല്ല, അത് മുതലാളി പറയേണ്ട കാര്യമാണ്. മുതലാളി അകത്തുണ്ടോ? ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിളിക്കാം. അല്ല, ഇത് വീട്ടുവേലക്കാരിയോട് പറയേണ്ട കാര്യമല്ല. ഓഹോ, ഞാൻ വേലക്കാരിയാണല്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ ഒക്കും. കാര്യം എന്താ? ഒരു ജോലിയുടെ കാര്യമാണ്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ സഹായിച്ചുതരാം. പക്ഷെ പറയുന്നത് പോലെ കേൾക്കണം. എന്ത് വേണമെങ്കിലും കേൾക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു? ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിക്കും. ആ, കൊള്ളാമല്ലോ. പാട്ടറിയാമോ? ഓ, ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജോലി തീർച്ച. മുതലാളിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാണ്. ഇവിടെ മുമ്പ് പാട്ടറിയാവുന്ന ഒരാളായിരുന്നു ജോലിക്ക് നിന്നിരുന്നത്. അയാൾ എങ്ങോട്ട് പോയി? അയാൾ എങ്ങോട്ട് പോയി? ആ, ഓൾ ഇന്ത്യ റേഡിയോ ജോലി കിട്ടി. ഈ ജോലി വിട്ടുപോയി. എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ചേട്ടതി ഒരിക്കലും മറക്കൂല. എന്നാലേ സാർ ഒരു പാട്ട് പാടണം. മുതലാളി അകത്തുണ്ട്. പാട്ട് കൊള്ളാമെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സാറിനകത്ത് കൊണ്ടുപോയി ജോലി തരും. ഏത് പാട്ട് പാടണം? നല്ല 1 തരം പാട്ടായിരിക്കണം. മനസ്സിൽ തറയ്ക്കണം. അല്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല. നല്ല 1 തരം പാട്ട്. പക്ഷെ മുതലാളി ഇവിടെ ഇല്ല. ഒരു കല്യാണത്തിന് പോയിരിക്കുക. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? പാവങ്ങളുടെ കണ്ണീര് കണ്ടു വേണോ നിനക്കൊക്കെ രസിക്കാൻ? നിന്റെ ഈ അഹംഭാവത്തിന് ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ദ്രോഹി, രാക്ഷസി. അവിടെ വന്നിരിക്കുന്ന ആള് അകത്തേക്ക് വരാൻ പറയൂ. നമസ്കാരം സാർ. ആ, നമസ്കാരം. കമ്പ്യൂട്ടർ. നിങ്ങൾ
ഏതുവരെ പഠിച്ചിട്ടുണ്ട്? SSLC വരെ പഠിച്ചിട്ടുണ്ട് സാർ. എനിക്ക് പാടാനും അറിയാം സാർ. മറ്റ് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും? ടൈപ്പ് റൈറ്റിംഗ് അറിയാം. ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല വാസനയുണ്ട് സാർ. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏത് തരത്തിലുള്ള പാട്ട് ഞാൻ പാടും സാർ. എത്ര വർഷമായി SSLC പാസ്സായിട്ട്? 4-5 വർഷമായി സാർ. വേണ്ട സർട്ടിഫിക്കറ്റ്. തൊക്കണ മാത്രമല്ല സാർ, നല്ല കീർത്തനവും ഞാൻ പാടും സാർ. ലുക്കിയർ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നല്ല വിശ്വാസമായി നിങ്ങളെ ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ മുതലാളിക്ക് വിശ്വാസമാകും. എടോ, താനോട് നാടകം വിളിക്കാനാണോ വന്നത്? ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകുന്നു. എന്റെ പാട്ട് ഒന്ന് കേട്ട് പിന്നെ എന്നെ അടിച്ചു പുറത്തു. തന്റെ പാട്ടിയേക്കാണല്ലോ ഇവിടെ വിളിച്ചത്. ഇന്റർവ്യൂവിന് മനസ്സിലായോ? നീ എന്താ ചിരിക്കുന്നു? ഇയാൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാടും. നിനക്കെങ്ങനെ അറിയാം? പാടിയ മുതലാളി ജോലി തരുമെന്നും പറഞ്ഞ എന്നെ ആ തോട്ടത്തിൽ എത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? അതെ മുതലാളി. ഡാഡി, എനിക്ക് വേണ്ടെങ്കിലും ഒരു ജോലി കൊടുക്കണം ഡാഡി, പ്ലീസ്. പാടട്ടെ മുതലാളി. എന്റെ മകള് പറഞ്ഞൊക്കെ താൻ മറന്നേക്കുക. എനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണസംബന്ധമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ട ജോലിയാണ്. അതുകൊണ്ട് 2500 രൂപ ഡെപ്പോസിറ്റ് വയ്ക്കണം. 2500 രൂപ? എന്താ, സാധിക്കുമോ? ശരി, കൊണ്ടുവരാം മുതലാളി. നാളെ തന്നെ ഡെപ്പോസിറ്റ് വെച്ച് ജോലിയിൽ പ്രവേശിച്ചോളൂ. മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരട്ടെ മുതലാളി. ഞാൻ വരട്ടെ മുതലാളി കുഞ്ഞ്. പാവം, അവനൊരു മര്യാദക്കാരൻ പാവപ്പെട്ട കൊച്ചനായതുകൊണ്ട് നിന്നെ അവൻ വെറുതെ വിട്ടു. അങ്ങനെ പാവൊന്നും അല്ല ഡാഡി, എനിക്ക് നല്ല ശരിക്ക് ഡോസ് കിട്ടി. അഹങ്കാരി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? രാക്ഷസി എന്നൊക്കെ ശരിക്ക് ചീത്ത പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ. നിനക്ക് അങ്ങനെ തന്നെ വേണം.